എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അഫ്ഗാനി ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 10 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്ക് 10 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കഷ്ണം ഇഞ്ചി, 6 കഷ്ണം വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് അരിയാൻ മാത്രം ആവശ്യമുള്ള വെള്ളം മതി. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഇനി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ കാലൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, 2 അടപ്പ് മുളക് പൊടി ഇട്ട് കൊടുത്തു. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഹൈദരാബാദി മസാല, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിനി ഒരു ട്രേയിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓവൻ ഇല്ലാത്തവർക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണയുടെ ആവശ്യമേ വരികയുള്ളൂ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു കിലോ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രാമ്പൂ ഏലക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു 4 പീസ് ചിക്കൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കുക. ഇനി അരച്ച് വെച്ച മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കുക. തൈര് ചേർക്കുമ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും. ഇതിപ്പോൾ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വെച്ചേക്കുക. അതിലേക്ക് ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് ആ തോടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇനി ആ കഷ്ണങ്ങൾ മാത്രം മാറ്റിയെടുക്കുക. ഗ്രില്ല് ചെയ്യാൻ വെച്ച് അതിൻ്റെ ഗ്രേവി എല്ലാം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഈ ചിക്കൻ പീസ് ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും ഇങ്ങനെ ആ ജ്യൂസ് മാറ്റിയിട്ട് വയ്ക്കുമ്പോൾ. ഇനി ഈ ഗ്രേവിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അരി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ബിരിയാണിയും ചിക്കൻ ഉണ്ടെങ്കിൽ ആ ട്രെയിനിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ചാറാണ് നമ്മൾ ചോറിൻ്റെ അകത്തോട്ട് ഒഴിക്കും. ചോറിനകത്തോട്ട് ഇച്ചിരി ചോറ് ആദ്യം ഇട്ടിട്ട് ഈ ചാറ് ഒഴിക്കും. പീസ് ഇട്ടിട്ട് ചാറ് ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ വേണ്ടി പിന്നെയും കുറച്ച് അരി ഇടും. പിന്നെ ഈ ചാറ്. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി കഴുകി എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അര ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ചിക്കൻ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ചോറ് ആദ്യം ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നിരത്തിയതിന് ശേഷം ചിക്കൻ പീസ് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഒഴിച്ചു കൊടുക്കാം. ചോറ് നിരത്തിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് ബട്ടർ പീസാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഓവനിലേക്കൊന്ന് വയ്ക്കുക. ഈ ബട്ടറെല്ലാം ഉരുകി വരുന്നത് വരെ വയ്ക്കുക. സമയം നോക്കേണ്ട ആവശ്യമില്ല, ബട്ടർ ഉരുകുന്നതാണ്. ഇത് ഓവനിൽ വയ്ക്കാത്തവർക്ക് പാത്രത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് ഇതുപോലെ ബട്ടറും ഇട്ട് ഒരു ഇരുമ്പ് ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.